എല്ലാവർക്കും നമസ്കാരം. എല്ലാ പെറ്റ് സ്നേഹികൾക്കും നമസ്കാരം. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാവുന്നത് തന്നെ പെറ്റല്ലെങ്കിലും വീട്ടിൽ ഉള്ള ഒരു ജീവിയുടെ പേരിലായിരുന്നല്ലോ ആദ്യമായിട്ട് നിങ്ങളൊക്കെ പരിചയപ്പെട്ടത്, പ്രേമത്തിലൂടെ. അപ്പോൾ ഏതായാലും അത് തന്നെയാണ് എൻ്റെ ജീവിതം തോന്നുന്നു. ഞാനിപ്പോഴും അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതും ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മൾ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ഞാൻ എൻ്റെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതല്ല, അതല്ലാതെ എനിക്കതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഒരു സിനിമ ചെയ്യാൻ തയ്യാറായപ്പോഴാണ് കുറച്ചും കൂടി പെറ്റ്സൊക്കെ ആയിട്ട് അടുത്തത്, കുറച്ചും കൂടി പെറ്റ്സിൻ്റെ പേരെല്ലാം മനസ്സിലാക്കിയത്. ഞാൻ അപ്പോഴാണ് ഇതിൻ്റെ ഒരു വേൾഡിലേക്ക് നമ്മൾ ചെല്ലുന്നത്. നമുക്ക് ഓരോ സിനിമയും ഓരോ ഇതാണല്ലോ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ അബൌട്ട് പെറ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഈ സിനിമയിൽ ഞാൻ നായകൻ മാത്രമല്ല, ഞാൻ തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയല്ലോ, എൻ്റെ ഭാഗ്യമുണ്ട്. പെറ്റ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങളുടെ ഈ സിനിമ വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വരാനും ഞാൻ അർഹനാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പോസ്റ്റ് സബ്മിറ്റ് 2020 കുറച്ചൊക്കെ സസ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇതുമായി ഒത്തിരി വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവിടെ എറണാകുളം വന്നതിന് ശേഷം അങ്ങനെ ഒരു പെറ്റ് എപ്പോഴും ആലോചനയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മൂവി കഴിഞ്ഞതിന് ശേഷം ഒരു അറ്റാച്ച്മെന്റ് കൂടിയപ്പോൾ കുറച്ചും കൂടി അത് കുറെ പെറ്റ്സിനോട് ഉണ്ടായിരുന്നു. കുറെ പെറ്റ്സ് വന്നിരുന്നു. അപ്പോൾ പലതും ഇപ്പോൾ നമ്മൾ പാക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത സിനിമയിൽ കാണാമെന്നൊരു വിചാരം കൂടെയുള്ള കോ ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഉണ്ടാകുമല്ലോ. പക്ഷേ ഒരു പെറ്റ് ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുന്നതെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്ന കണ്ണൻ എന്ന ഞങ്ങളുടെ ക്യാരക്ടർ നെയിമുള്ളൊരു ഷീറ്റ്സ് പോലും കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു തീർച്ചയായും ഒരു പെറ്റ് ലൈഫിൽ ഞാനും ഇപ്പോൾ ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കറക്റ്റ് ടൈമിനാണ് ഷർഫുദ്ദീൻ്റെ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്. നമ്മുടെ പോസ്റ്റ് സബ്മിറ്റ് അതും ഇത്രയും ഒരു ബിഗ് ഇവന്റ് ആണ് സൗത്ത് ഇന്ത്യയിൽ. അതെ സത്യമായിട്ട് നമ്മൾ ഇത്ര ഇതായിട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഞാനൊരു സിനിമയുടെ എൻ്റെ ഒരു സിനിമ പെറ്റ് ബേസ്ഡ് ആണ് എന്നുള്ള റീസൺ കൊണ്ട് വരുന്നതല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ഒരു ഇവന്റിന് വരാനും ഇപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കുട്ടികളെ കൊണ്ടുവരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അവരെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മേ ബി അവരെ ഞാൻ നാളെ വിടും. ഇവിടെ എന്താ പറയാ, അവർ നാളെ കൂടി ഉണ്ട്. അപ്പൊ നാളെ വിടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വിചാരിച്ചാൽ പോലെ തീർച്ചയായിട്ടും വരണം. തീർച്ചയായും. അപ്പോൾ അത് വിജയിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Next, I request Balagopalan